So next problem, let us pass on to problem number 4 given in the notes. Problem number 4. You have the notes with you. So problem number 4. A 200 kVA, this is problem number 4. A 200 kVA, 50 Hz, 6600 by 440 volt, delta bar star, 3-phase core type transformer has the following data. Volts per turn 9, window space factor equal to 0.3, maximum flux density 1.2 Wb per meter square. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ബി എമ്മിൻ്റെ വാല്യൂ ഏകദേശം 1.2, 1.3, 1.4 ഒക്കെയാണ് വരുന്നത്. 1.2. സോ വേരിയസ്. അപ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റി കുറയുന്നതനുസരിച്ച് കോർ ഏരിയ ഒക്കെ കൂടിയിരിക്കും. ഫ്ലക്സ് ഡെൻസിറ്റി കൂടുമ്പോൾ അതിനനുസരിച്ച് കുറേശ്ശെ കുറഞ്ഞു വരും. കറണ്ട് ഡെൻസിറ്റി 2.8 ആംപിയർ പെർ mm സ്ക്വയർ. കറണ്ട് ഡെൻസിറ്റി പറയുന്നത് സാധാരണയായിട്ട് ആംപിയർ പെർ mm സ്ക്വയറല്ല, ഒരു മില്ലിമീറ്റർ സ്ക്വയറിൽ കൂടി എത്ര കറണ്ടിന് പോകാൻ പറ്റും, 2 ആംപിയർ പെർ mm സ്ക്വയർ. പക്ഷേ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആംപിയർ പെർ മീറ്റർ സ്ക്വയറിലാണ് ആ റിലേഷൻഷിപ്പിൽ. ഡിസൈൻ എ കോർ ആൻഡ് യോക്ക് ഫോർ എ 3 സ്റ്റെപ്ഡ് കോർ. ഈ ഡേറ്റ വെച്ച് ഒരു 3 സ്റ്റെപ്ഡ് കോർ ഉണ്ടാക്കണം. ഡിറ്റർമിൻ ദ നമ്പർ ഓഫ് ടേൺസ് ആൻഡ് ദ ക്രോസ് സെക്ഷൻ ഓഫ് കണ്ടക്ടേഴ്സ് യൂസ്ഡ് ഫോർ ഹൈ വോൾട്ടേജ് ആൻഡ് ലോ വോൾട്ടേജ് വൈൻഡിങ്സ്. അപ്പോൾ ഇതിനകത്ത് ഇൻ അഡീഷൻ ആ സെക്കൻഡ് പാർട്ട് അതിൻ്റെ വൈൻഡിങ് ഡിസൈൻ കൂടെ വേണം. എത്ര ടേൺസ് ഉണ്ട്, അതിൻ്റെ ഓരോ സൈസ് എത്രയാണ് വയറിൻ്റെ കണ്ടക്ടർ സൈസ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ ഇങ്ങനെ കുറിക്കാം. ക്യൂ ഈസ് ദ റേറ്റിംഗ്, KVAയിലാണ് നമ്മൾ എഴുതുന്നത്. ET ഔട്ട്പുട്ട് ഇക്വേഷനിൽ അങ്ങനെയാണ്. ET = 9 volts, KW = window space factor, KW = 0.3, maximum flux density is 1.2 Wb per meter square, and delta is 2.8 ampere per mm square. This is 2.8 into 10 raised to 6 per mm square ne per meter square ആക്കി മാറ്റാൻ നമ്മൾ 10 raised to 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 3 സ്റ്റെപ്ഡ് കോർ ആകുമ്പോൾ 3 സ്റ്റെപ്ഡ് കോർ ഉപയോഗിക്കണമെന്ന് പറയുന്നുണ്ട്. ഫോർ എ 3 സ്റ്റെപ്ഡ് കോർ ഫസ്റ്റ് പാർട്ടിൽ. അപ്പോൾ നമുക്ക് ആ റിലേഷൻഷിപ്പ് അറിയാം. നെറ്റ് അയൺ ഏരിയ ഈസ് ഈക്വൽ ടു 0.6 d square. And the width of the biggest lamination is A equal to 0.9 d. 3 സ്റ്റെപ്ഡ് കോർ ആകുമ്പോൾ A equal to 0.9 d ആണ്. A എന്ന് പറയുന്ന ഏറ്റവും വലിയ ലാമിനേഷൻ്റെ വിഡ്ത്ത്. ഇത് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് 1 എന്നും പറഞ്ഞ് എഴുതുന്നത് ഈ വോൾട്ട്സ് പെർ ടേൺ ആണ്. 4.44 FIM. And instead of IM we substitute BM into AI, flux density into area of the iron. അപ്പോൾ ET sum അതിൽ നിന്ന് AI കണ്ടുപിടിക്കുന്നു. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് വി ഫൈൻഡ് ഔട്ട് AI. യു വിൽ ഗെറ്റ് AI is 0.0338 meter square. പക്ഷേ A എന്ന് പറഞ്ഞാലോ, ബട്ട് A is equal to 0.6 d square for a 3 stepped core, and from which we can find out this D, diameter of the circumscribing circle. You see, 0.237 meter, and A equal to 0.9 d, width of the biggest lamination. So from which the width of the biggest lamination is 0.214 meter. സ്റ്റെപ്പ് 2ൽ നമ്മൾ ചെയ്യുക. സ്റ്റെപ്പ് 2ൽ നമ്മൾ ഈ ഔട്ട്പുട്ട് ഇക്വേഷൻ ഉപയോഗിച്ചാണല്ലോ വിൻഡോ ഏരിയ കണ്ടുപിടിക്കുന്നതാണ് സ്റ്റെപ്പ് 2. ഫൈൻഡിങ് ഔട്ട് വിൻഡോ ഏരിയ ഈസ് ദി സ്റ്റെപ്പ് 2 യൂസിങ് ദി ഔട്ട്പുട്ട് ഇക്വേഷൻ. അപ്പോൾ റിമെമ്പർ, ദിസ് ഇസ് എ 3-phase ട്രാൻസ്ഫോമർ. സോ it is 3.33 ആയി ഇവിടെ വരുന്നത്. 3.33 FBM into KW into delta into 10 raised to -3. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഈ C0-ക്കകത്ത് വരുന്ന ഫാക്ടേഴ്സ് ഇത് എന്തൊക്കെയാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, ഒന്നും മിസ് ചെയ്യാൻ പാടില്ല. ഇൻറ്റു AW ഇൻറ്റു AI, വിൻഡോ ഏരിയ ഇൻറ്റു നെറ്റ് അയൺ ഏരിയ. സോ AW ഈസ് 200 divided by this one, substituting
AI, you get AW. അപ്പോൾ എത്ര കിട്ടും? വിൻഡോ ഏരിയ ഈസ് 0.035 മീറ്റർ സ്ക്വയർ. ഇനി അടുത്തത് ഈ വിൻഡോ ഏരിയ എന്ന് പറയുന്നത് HW×WW. അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്യണം നമുക്ക്. അത് സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും സം സോർട്ട് ഓഫ് റിലേഷൻഷിപ്പ്. അപ്പോൾ ഇത് അത് തന്നിട്ടില്ല. HW/WW അത് ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, assume HW/WW equal to 3. If not given, HW/WW is can be assumed to be between 2 to 4. അപ്പോൾ അതിൻ്റെ ഒരു മിഡിൽ വാല്യൂ നമ്മൾ 3 എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്യുന്നു, 3. അപ്പം ഇതിൽ നിന്ന് നമുക്ക് AW എന്ന് പറഞ്ഞാൽ HW വിൻഡോ റെക്റ്റാങ്കുലർ വിൻഡോ ആണല്ലോ. ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. പക്ഷേ HW/WW ഇത് ഇവിടെ 3 നമ്മൾ അസ്യൂം ചെയ്യുക. അസ്യൂം എന്നുണ്ടോ എഴുതിയേക്കുന്നുണ്ടോ? അപ്പോൾ അത് അസ്യൂം ചെയ്യുക. 2 to 4 നമുക്ക് അസ്യൂം ചെയ്യാൻ തന്നിട്ടില്ലെങ്കിൽ. നേരത്തെയുള്ള പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മിഡിൽ വാല്യൂ 3 എന്നും പറഞ്ഞെടുക്കുന്നു. സോ AW സമം നോക്കണം, HW 3WW, HWയുടെ സ്ഥാനത്ത് 3WW എഴുതി, പിന്നെ WW. അപ്പോൾ ഇത് WW സ്ക്വയർ ആകും, 3WW സ്ക്വയർ. So WW equal to divided by 3 square root, 0.108 meter. And accordingly, the height of window is 0.324 meter. Assuming the section of yoke the same as that of the core. യോക്ക് എന്ന് പറയുന്നത് ഏതാണ്? യോക്ക് ഈസ് യോക്ക് എന്ന് പറഞ്ഞാൽ മുകളിലത്തെ പടിയാണ് യോക്ക്. ഹൈറ്റ് ഓഫ് ദ യോക്ക് അതിൻ്റെ സെക്ഷൻ കോറിൻ്റെ സെക്ഷന് തുല്യമാണെന്നും പറഞ്ഞെടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഹൈറ്റ് ഓഫ് യോക്ക് A ആകും, ഡെപ്ത് ഓഫ് യോക്ക് A ആകും. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും ഹൈറ്റ് ഓഫ് യോക്ക് ഈക്വൽ ടു ഡെപ്ത് ഓഫ് യോക്ക് ഈക്വൽ ടു A സമം 0.214 മീറ്റർ. യോക്ക് എന്ന് പറയുന്നത് മുകളിലത്തെ ഹൊറിസോണ്ടൽ പടിയാണ്, അത് നമ്മുടെ യോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് A തന്നെ. അസ്യൂം ദ സെയിം സെക്ഷൻ എന്ന് പറയുന്നത് ക്രോസ് സെക്ഷൻ. അപ്പോൾ അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത്, കനം എന്ന് പറയുന്നത് A എന്നും പറഞ്ഞ് നമ്മൾ എടുക്കുന്നു. ബിക്കോസ് ഓഫ് ദിസ് അസംഷൻ ഇറ്റ് ഈസ് യൂഷ്വൽ ടു അസ്യൂം സോ. അപ്പോൾ അത് യോക്കിൻ്റെ ഡയമെൻഷൻ നമുക്ക് കിട്ടി. ഇനി നമുക്ക് കോറിൻ്റെ കാര്യമെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണുള്ളത്? ഇനി നമുക്കുള്ളത് ടേൺസിൻ്റെ കാര്യമാണ്. പ്രൈമറി ടേൺസ് ആൻഡ് സെക്കൻഡറി ടേൺസ് എത്ര വെച്ച് വരും, അതാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കണം, കണ്ടില്ലേ? എന്നിട്ട് ഇതേപോലെ ഒരു 3 ഫേസ് ആകുമ്പോൾ 3 ഫേസ് കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ അതിൻ്റെ ഇത് നോക്കണം. അതിൻ്റെ ആ സെക്ഷൻ, അതിൻ്റെ കോറിൻ്റെ പടം ഇതേപോലെ വരയ്ക്കണം. 3 ലിംബ്. ഇവിടെ വൈൻഡിങ് വരുന്ന ഇൻസുലേറ്റിംഗ് സിലിണ്ടറാണ്. അപ്പോൾ അത് D ആണ്. അത് കഴിച്ചുള്ളതാണ് യഥാർത്ഥത്തിൽ സ്ട്രിക്ട്ലി സ്പീക്കിംഗ് WW DD. പക്ഷേ ഇതിനകത്ത് ഈ ഫേം ലൈൻ മുതൽ ഈ ഫേം ലൈൻ വരെയുള്ളത് A ആണ്. അതേപോലെ ഈ മിഡിലും ഉള്ളത്. നേരത്തെ നമ്മൾ എഴുതിയ മാതിരി D സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ് ലിംസ് D. അടുത്ത് ഇതും D സെയിം. അപ്പോൾ ഇത് D0 എന്നും പറഞ്ഞെടുത്തു. പിന്നെ D0യുടെ കൂടെ ഇതിൻ്റെ പകുതി, ഇവിടുത്തെ പകുതിയുടെ കൂട്ടുമ്പോൾ നമ്മൾ എന്തെഴുതും? വിഡ്ത്ത്, ഓവറാൾ വിഡ്ത്ത് എന്നും പറഞ്ഞ് എഴുതും. ഓവറാൾ വിഡ്ത്ത് W ആൻഡ് ഓവറാൾ ഹൈറ്റ്. സോ യു നോ ഓൾ ദീസ് ക്വാണ്ടിറ്റീസ്. ഓവറാൾ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ HW + 2HY, അതെല്ലാം കൂടെ കൂട്ടി എഴുതുക. ആൻഡ് D ഈക്വൽ ടു WW പ്ലസ് ഈ ലെഫ്റ്റ് സൈഡിലെ D/2, ഈ D/2 WW. D എന്ന് പറയുന്നത് D പ്ലസ് ഈ WW പ്ലസ് ഈ D/2. അപ്പം നമ്മൾ പ്ലസ് പുറത്ത് D/2, അതാണ് D. പിന്നെ അതിൻ്റെ ഇരട്ടി. അപ്പോൾ നമ്മൾ 2D ഇവിടുന്ന് ഇവിടം വരെ കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ എന്താണ് A ആണ് W കിട്ടാനായിട്ട്. പിന്നെ A, ഇവിടുത്തെ A/2, ഇവിടെ A/2. അപ്പോൾ ഓവറാൾ വിഡ്ത്ത് കിട്ടാൻ പിന്നെ ഈ D0യുടെ കൂടെ പിന്നെ A കൂട്ടിയാൽ മതി, D0 + A. അപ്പോൾ അങ്ങനെ ആ ഡയമെൻഷൻസ് എല്ലാം കിട്ടും, ഫിസിക്കൽ കോർ ഡയമെൻഷൻസ്. ഇനി നമുക്ക് ടേൺസ് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യുക? ഡെൽറ്റ സ്റ്റാർ എന്നാണ് തന്നിരിക്കുന്നത് ക്വസ്റ്റനിൽ, ഡെൽറ്റ സ്റ്റാർ. അപ്പം
ഡെൽറ്റ സ്റ്റാർ. ഇത് എത്ര? ആദ്യത്തെ വോൾട്ടേജ് പ്രൈമറി വോൾട്ടേജ് 6600 വോൾട്ട്സ്. അപ്പോൾ ടേൺസ് പെർ ഫേസ് എങ്ങനെ കണ്ടുപിടിക്കും? ഒരു ടേണിൻ്റെ വോൾട്ടേജ് 9. അപ്പോൾ 6600 വോൾട്ടിന് ഡെൽറ്റ ആയതുകൊണ്ട് പെർ ഫേസ് വോൾട്ടേജാണ്. ഡെൽറ്റ പെർ ഫേസ്. ലൈൻ ടു ലൈൻ എന്ന് പറയുന്നത് ഫേസ് വോൾട്ടേജ് തന്നെ. അപ്പോൾ 6600 വോൾട്ട്സ്. അപ്പോൾ ടി പി എന്ന് പറയുന്നത് പ്രൈമറി വോൾട്ട്സ് എന്ന് പറയുന്നത് 6600 ഡിവൈഡഡ് ബൈ 9. അപ്പം 733 ടേൺസ്. വി ഫേസ് ഫോർ സെക്കൻഡറി, ഫേസ് വോൾട്ടേജ് ഫോർ സെക്കൻഡറി, അത് സെക്കൻഡറി സ്റ്റാറില്ല, 440 വോൾട്ട്സാണ്. ലൈൻ ടു ലൈൻ വോൾട്ടേജ് സ്പെസിഫൈ ചെയ്യുന്നത്, ലൈൻ ടു ലൈൻ വോൾട്ടേജ്. അപ്പോൾ ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് 440/√3. 440/√3 ഫേസ് വോൾട്ടേജ് എടുക്കും. ഫേസ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ 9, 28 ടേൺസ്. അപ്പം പ്രൈമറി കറണ്ട് എന്ന് പറയുന്നത്, അപ്പോൾ ഇത് ടേൺസ് നമ്മൾ കണ്ടുപിടിച്ചു. പ്രൈമറിയിൽ 733 ടേൺസ് കൊടുക്കണം, സെക്കൻഡറിയിൽ 28 ടേൺസ് കൊടുത്താൽ മതി. ഇനി പ്രൈമറി കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? 200 kVA ആയതുകൊണ്ട് 200 × 10⁻³ ആൻഡ് IP 3V phase × I phase സമം 200 × 10⁻³ അപ്പം നോക്കണം, 200 × 10⁻³ ഡിവൈഡഡ് ബൈ 3 VPH. അപ്പം IP = 10.1 ആംപിയർ പെർ ഫേസ്. 3 ആംപിയർ പ്രൈമറി കറണ്ട്, 10.1 ആംപിയർ പെർ ഫേസ്. അപ്പോൾ അതിൻ്റെ പ്രൈമറിയുടെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് 10.1 ഡിവൈഡഡ് ബൈ 1 mm² കൂടി എത്ര ആംപിയർ? മൊത്തം ഇത്ര ആംപിയർ, 10.1 ആംപിയർ പോകണം. 1 mm² കൂടി 2.8. അപ്പോൾ എത്ര mm² വേണം പ്രൈമറിക്ക്? 3.6 mm² സെക്ഷനുള്ള വയർ പ്രൈമറിക്ക് വേണം. അപ്പോൾ പ്രൈമറിയുടെ സെക്ഷൻ കണ്ടക്ടർ ഏരിയ ഇത്രയും ക്രോസ് സെക്ഷണൽ ഏരിയ ഉള്ള കണ്ടക്ടറാണ് പ്രൈമറിക്ക് കൊടുക്കേണ്ടത്, 3.6. സെക്കൻഡറിക്കോ അപ്പോഴേ അതേപോലെ സെക്കൻഡറിയുടെ കറണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ അത് സെക്കൻഡറിയുടെ കറണ്ട് കണ്ടുപിടിക്കാൻ KVA ആയതുകൊണ്ട് എന്ത് വേണം? മൊത്തം KVA 3 ഫേസിന്. അപ്പം 3 times VPH × IPH സെക്കൻഡറി കറണ്ട് പെർ ഫേസ് എന്ന് പറയുന്നത് നോക്കണം. ഇതാണ് ഫേസ് കറണ്ട്. അപ്പം സെക്കൻഡറി കറണ്ട് പെർ ഫേസ് സമം ഫേസ് കറണ്ട് കണ്ടുപിടിക്കും. 200 × 10⁻³ ഡിവൈഡഡ് ബൈ ത്രൈസ്. ഇതിൻ്റെ സെക്കൻഡറി ലൈൻ വോൾട്ടേജ് ആണ് 440. ലൈൻ ടു ലൈൻ വോൾട്ടേജ് ആണ് 440. നമുക്കറിയാം 3 ഫേസിൽ പ്രത്യേകം പരാമർശിച്ചിട്ടില്ല, എടുത്തു പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ലൈൻ വാല്യൂസാണ് തന്നത്. അപ്പോൾ 440 എന്ന് പറയുന്നത് ലൈൻ ടു ലൈനാണ്. അതിൽ നിന്ന് ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ √3, 440/√3. അപ്പോൾ അതാണ് ഫേസ് വാല്യൂ. അപ്പോൾ 3 times ഫേസ് വാല്യൂ ഇൻറ്റു കറണ്ട് എന്ന് പറയുന്നതാണ് ടോട്ടൽ KVA 200 × 10⁻³. അത് ചുരുക്കത്തിൽ നമുക്ക് സെക്കൻഡറി കറണ്ട് പെർ ഫേസ് എന്ന് പറഞ്ഞാൽ 260.4 ആംപിയറാണ്. ഓരോ ഫേസ് വൈൻഡിങ്ങും എടുക്കുന്ന കറണ്ടെന്ന്, അതിൽ കൂടെ പോകുന്ന കറണ്ട്. അപ്പോൾ അതിൻ്റെ സെക്ഷണൽ ഏരിയ ക്രോസ് സെക്ഷൻ ഈസ് 262.4 ഡിവൈഡഡ് ബൈ 2.8. അപ്പം 93.7 mm² ക്രോസ് സെക്ഷനുള്ള ഏരിയ ഉള്ള കണ്ടക്ടർ സെക്കൻഡറിയിൽ ഉപയോഗിക്കണം. 93.7 mm² ക്രോസ് സെക്ഷനുള്ള കണ്ടക്ടർ ഏരിയ നമ്മൾ സെക്കൻഡറിയിൽ ഉപയോഗിക്കണം. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ചോദിച്ച കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു നോക്കണം. അപ്പം പ്രൈമറി വൈൻഡിങ്ങിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ്, സെക്കൻഡറി വൈൻഡിങ്ങിനെ സംബന്ധിച്ചുള്ള എത്ര ടേൺസ് വേണം, എന്ത് ഏരിയ ഉള്ള വയർ വെച്ചാണെങ്കിൽ അത് വൈൻഡ് ചെയ്യണം. അപ്പോൾ ആ ഡിസൈൻ ഈസ് കംപ്ലീറ്റ്.